നമസ്കാരം. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പ്രഖ്യാപനത്തിലേക്ക് അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള പ്രത്യേകമായൊരു പദ്ധതിയാണ് ഹരിതഭവനം എന്നൊരാശയം. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹരിത സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഹരിത അയൽക്കൂട്ടങ്ങളും രൂപീകരിച്ചുകൊണ്ട് മാലിന്യമുക്ത പഞ്ചായത്തിലേക്കുള്ള യാത്രയിലായിരുന്നല്ലോ നാം. എന്നാൽ ഗ്രാമപഞ്ചായത്ത് പരിശോധിക്കുമ്പോൾ അയൽക്കൂട്ടങ്ങളെല്ലാം ഹരിത പ്രോട്ടോക്കോൾ പാലിച്ച് ഹരിത അയൽക്കൂട്ടങ്ങളാകുമ്പോൾ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളെയും ഹരിത പ്രോട്ടോക്കോൾ പാലിക്കുന്ന വീടുകളാക്കി മാറ്റി തീർക്കുവാൻ കഴിയുകയില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഹരിതഭവനം എന്ന ആശയത്തിലേക്ക് നാം എത്തുന്നത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് 265 അയൽക്കൂട്ടങ്ങളാണുള്ളത്. 265 അയൽക്കൂട്ടങ്ങളിൽ ശരാശരി ഒരു അയൽക്കൂട്ടത്തിൽ 10 വീടുകൾ വെച്ച് പരിഗണിച്ചാൽ 2650 വീടുകൾ മാത്രമേ ഹരിത പ്രോട്ടോക്കോളിലേക്ക് എത്തിക്കാൻ നമുക്കാകുന്നുള്ളൂ. ആകെ 6350 വീടുകളുള്ള ഉടുമ്പന്നൂരിൽ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ആശയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ മുഴുവൻ വീടുകളും ഹരിത പ്രോട്ടോക്കോൾ പാലിക്കുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ആശയത്തിന് പൂർണ്ണത കൈവരിക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ് എല്ലാ വീടുകളും ഹരിതഭവനങ്ങളാവുക എന്ന ഒരാശയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻപോട്ട് വയ്ക്കുന്നത്. അതിനായി മുഴുവൻ വീടുകളിലും ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ ഉണ്ടാവുക എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രാഥമികമായ ഘട്ടം. അതോടൊപ്പം തന്നെ മുഴുവൻ വീടുകളെയും ഹരിതകർമ്മസേനയുമായി സഹകരിച്ചുകൊണ്ട് 100% അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്ന വീടുകളാക്കി അവരെ മാറ്റുകയും ശുദ്ധിയായ ശുചിത്വമുള്ള വീടും പരിസരവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഓരോ വീട്ടിലും സന്നദ്ധ വോളണ്ടിയർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേ നടത്തി ഗൃഹനാഥൻ്റെ സാക്ഷ്യപത്രം അടക്കം വാങ്ങി ആ വീടുകളെല്ലാം ഹരിതഭവനങ്ങളായിട്ട് പ്രഖ്യാപിക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി എല്ലാ വീടുകളിലും സൗജന്യമായി 2 വീതം തുണിസഞ്ചികൾ വീതം നൽകിയും ജൈവ മാലിന്യത്തെ പാചകവാതകമാക്കി മാറ്റുന്ന ബയോഗ്യാസ് പ്ലാന്റ് 90% സബ്സിഡിയോടുകൂടി 810 വീടുകളിൽ സ്ഥാപിച്ചു നൽകിയും ജൈവമാലിന്യത്തെ ജൈവവളമാക്കി മാറ്റാൻ കഴിയുന്ന ബയോ കമ്പോസ്റ്റ് ബിന്നുകൾ 1050 വീടുകളിൽ 90% സബ്സിഡിയോടെ സ്ഥാപിച്ചു നൽകിയും ആവശ്യമായ വീടുകൾക്കെല്ലാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സഹായത്തോടു കൂടി സോക്ക് പിറ്റുകൾ നിർമ്മിച്ചു നൽകിയുമാണ് നാം ഈ നേട്ടത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 85% വീടുകളും ഹരിതഭവനങ്ങളായി മാറിയിട്ടുണ്ട്. 100% വീടുകളും ഹരിതഭവനങ്ങളാക്കി മാറ്റി സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന നേട്ടത്തിൻ്റെ ആ നേട്ടം നിലനിർത്തുക എന്ന അക്ഷീണ പരിശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഹരിതഭവനങ്ങളുടെ തിരഞ്ഞെടുപ്പും അവരുടെ അനുഭവ സാക്ഷ്യവും നമുക്ക് നേരിൽ കാണാം. പഞ്ചായത്തിൽ നിന്ന് ലഭ്യമായ ഹരിത ഭവനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വീടുകളെല്ലാം ഹരിതഭവനത്തിലേക്ക് അല്ലെങ്കിൽ ഹരിതാഭമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭ്യമായിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് വളരെ ചെറിയ തുക മാത്രം നമുക്ക് മുടക്കുള്ളൂ. 10,000-ഓളം രൂപ മുടക്കി വരുന്ന സാധനത്തിന് നമുക്ക് 1000-ൽ താഴെ രൂപ മാത്രം മുടക്കി നമുക്കതിന് ഗുണം ചെയ്യുന്നുണ്ട്. തന്നെയല്ല ദിവസം കൊണ്ട് 2 മണിക്കൂറോളം ബയോഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ പച്ചക്കറിയും വേസ്റ്റ് സാധനങ്ങളും വലിച്ചെറിയാതെ ബയോഗ്യാസ് ഇടുന്നതുകൊണ്ട് നമ്മുടെ പരിസരം ശുചിയായിട്ട് കൊണ്ടുപോകുന്നതിനും വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഫലപ്രദമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബയോഗ്യാസ് പ്ലാന്റ് നമ്മുടെ പഞ്ചായത്തുകളിൽ പരമാവധി വീട്ടുകാർക്ക് കൊടുക്കുന്ന എല്ലാവർക്കും ഗുണകരമാണ്. നമുക്കത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ അതിൽ ഒഴിച്ചു കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന ആ ദ്രാവകം വെള്ളം അത് സ്ലറി എന്നാണ് അതിന് പറയുന്നത്. ആ സ്ലറി നമുക്ക് കുറച്ചുകൂടി ഗുണപരമായിട്ട് കൃഷിക്ക് വിനിയോഗിക്കപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാം അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് ലഘുവാക്കി ഇതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഒട്ടേറെ പച്ചക്കറി കൃഷിക്കും അതുപോലെ കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ തുടങ്ങിയവയ്ക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് നല്ല വളർച്ചയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ ഈ ജൈവവളം ഉപയോഗിക്കുന്നതിന് ഫലമായിട്ട് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നമ്മുടെ പച്ചക്കറികളെല്ലാം അത്തരം കൃഷികളെല്ലാം ഈ സ്ലറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പലതവണ മിച്ചം വരുന്നതെല്ലാം ഓരോ ദിവസം കുറേശ്ശെ ചെടികൾക്ക് ഉപയോഗിച്ചാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയ ബയോബിന്നാണ് ഇത്. വീട്ടിലുണ്ടാകുന്ന പച്ചക്കറിയുടെയും മറ്റും വേസ്റ്റ് ഇതിനകത്ത് ഇടുകയും അതിനോട് കൂടി ചകിരിച്ചോറ് ചേർന്ന ഒരു മിശ്രിതം കിട്ടിയിട്ടുള്ളത് അത് ഇതിനകത്തിട്ടാൽ
2 മാസം കൊണ്ട് ജൈവവളമായിട്ട് വരും. ആ ജൈവവളം കൃഷിക്ക് ഉപയോഗിക്കാം, രാസവളം ഉപയോഗിക്കാതെ കൃഷിക്ക് ഉപയോഗിക്കാം. വളമാണ് ഇത്. മണ്ണിര കമ്പോസ്റ്റ് വിറ്റാണ് ഇത്. ഇതിന് 25,000 രൂപ ചിലവായി. 10,000 രൂപ കൃഷി വകുപ്പിൽ നിന്ന് സബ്സിഡി കിട്ടി. കരിയില അടിച്ചുവാരി, മുറ്റം അടിച്ചു വരുന്ന കരിയിലയും മറ്റ് ജൈവമാലിന്യങ്ങളും ഇട്ട് കൊടുത്താൽ 3 മാസം കൊണ്ട് ഇത് കമ്പോസ്റ്റായിട്ട് രൂപപ്പെടും. കൃഷിക്ക് രാസവളത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഇതാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 90% സബ്സിഡിയോടുകൂടി വെറും 169 രൂപ മുടക്കി എനിക്ക് കിട്ടിയതാണ് ഈ ബയോബിന്ന്. ഇതിനകത്ത് നമ്മുടെ പച്ചക്കറികളുടെ ജൈവമാലിന്യങ്ങളും ഇതിനകത്ത് നിക്ഷേപിച്ച് വളമാക്കുന്നുണ്ട്. വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ ഈ ബക്കറ്റിനകത്തിട്ട് അതിനകത്ത് ഇനോക്കുലർ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ബക്കറ്റിലേക്ക് ഇട്ട് അത് നിറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ 3 ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഏറ്റവും അടിയിലത്തെ ബക്കറ്റ് നല്ല വളമായിട്ട് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ട്. കാരണം നേരത്തെ ഞങ്ങൾ പൈസ കൊടുത്ത് ചാണകമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പൈസയൊന്നും മുടക്കണ്ട. ഞങ്ങളുടെ പ്ലാവ്, മാവ്, ഇഞ്ചി, കപ്പ, ചേന എല്ലാം നടാനുള്ള വളം ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കിത് കിട്ടിയതുകൊണ്ട് 2 ഗുണമുണ്ട്. ഞങ്ങളുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്ഥലവുമായി, ഞങ്ങൾക്ക് വളവുമായി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഞങ്ങൾക്ക് 2 തുണിസഞ്ചികൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ആ തുണിസഞ്ചികൾ നമ്മൾ ഇപ്പോൾ കടയിൽ പോകുമ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചിമ്മിക്കൂടുകളുടെ ഉപയോഗം കുറയ്ക്കുവാൻ വേണ്ടി വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ടൗണിൽ പോകുമ്പോൾ ഈ സഞ്ചികളുമായാണ് പോകുന്നത്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുവാൻ പോകുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കിവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് 90% സബ്സിഡിയോടുകൂടി സ്ഥാപിച്ച് തന്നിട്ടുണ്ട്. അത് വളരെയേറെ ഉപകാരപ്രദമായ രീതിയിൽ ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് ജോസഫ് ജോൺ പള്ളിപ്പുറത്തു നിന്നാണ്. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ 2-ാം വാർഡിൽ പ്രളയത്തിൽപ്പെട്ട പ്രതി എനിക്ക് വീടും സ്ഥലവും 6 സെൻറ്റ് സ്ഥലവും വീടുമാണ് ഉള്ളത്. 6 സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് ഈ മാലിന്യങ്ങൾ അടുക്കളയിലെ മാലിന്യങ്ങളും മറ്റ് അഴുക്കുവെള്ളവും കളയാൻ വേറെ മാർഗ്ഗമില്ലാന്ന് തൊഴിലുറപ്പിൽപ്പെടുത്തി എനിക്ക് പണിയുന്നതിന് വേണ്ടിയിട്ട് ഒരു സൗകര്യം കിട്ടി. അതെനിക്ക് വലിയ ഉപകാരമായിരുന്നു. എനിക്ക് പണി തീർപ്പ് എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിൽ മുഴുവൻ വീടുകളെയും ഹരിതഭവനങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്ന പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉറവിട മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഉപാധികളൊക്കെ വീടുകളിൽ ലഭ്യമായിട്ടുണ്ട്. ബയോഗ്യാസ് പ്ലാന്റൊക്കെ ചേട്ടനിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ മാലിന്യങ്ങളൊക്കെ പാചകവാതകമാക്കി മാറ്റി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും നിങ്ങളുടെ വീടിൻ്റെ മറ്റ് പരിസരങ്ങളും ജലവെള്ളമൊന്നും കെട്ടിക്കിടക്കാത്ത പരിസരങ്ങളൊന്നും ഉറപ്പുവരുത്തി ഒരു ചെറിയൊരു ഫോറം നമ്മൾ ഒരു സർവേയുടെ ഭാഗത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. ആ ഫോറം പൂരിപ്പിച്ച് വന്നിട്ട് അതിൽ പ്രകാരമുള്ള മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ ഇതിലൊക്കെത്തുണ്ടെങ്കിൽ നമ്മുടെ വീടിനെ ഹരിത ഭവനങ്ങളായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ 3ാമത്തെ ക്ലസ്റ്ററിലുള്ള 172-ാം നമ്പർ ഭവനം, അതായത് ശ്രീ VK രാജീവ് വിളമ്പാശ്ശേരി എന്നയാളുടെ ഭവനത്തിലാണ്. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളെയും ഹരിതഭവനങ്ങളായി പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രേഡിങ്ങിനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നടത്തിയ പരിശോധനയുടെയും ഗൃഹനാഥൻ്റെ സാക്ഷ്യപത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിനായി ബയോഗ്യാസ് പ്ലാന്റ് സംവിധാനം ഗ്രാമപഞ്ചായത്ത് 90% സബ്സിഡിയോടുകൂടി ഏർപ്പെടുത്തിയത് ഇവിടെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ആ നിലയിൽ അവർ ഈ വീട്ടിലെ മാലിന്യങ്ങളെ സംസ്കരിച്ച് പാചകവാതകമായി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ മാസവും ഹരിതകർമ്മസേനയുമായി സഹകരിച്ചുകൊണ്ട് അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നുണ്ട്. വീട്ടിലെ മലിനജലങ്ങൾ മറ്റ് ഒഴുക്കി സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോക്ക് പിറ്റ് ഈ വീട്ടിൽ നിർമ്മിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്.
വീടിൻ്റെ പരിസരത്തോ മറ്റ് പ്രദേശങ്ങളിലോ മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഈ വീടിനകത്തില്ല. വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. പാചകം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് കൊടുത്തിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന പാചകവാതകവും മറ്റ് LPG വാതകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിനകത്ത് മറ്റ് പാചക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പഞ്ചായത്ത് കൊടുത്തിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ജൈവവളത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പൂന്തോട്ടവും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും ഒക്കെ മനോഹരമായി ഈ വീടിനകത്ത് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ VK രാജീവ് വിളമ്പാശ്ശേരിയിൽ എന്ന വ്യക്തിയുടെ ഭവനത്തെ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിത ഭവനമായി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്.